മെട്രോ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 16-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇന്നത് ഉപസംഹാരം ഇന്ന് തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് ഓടിച്ചു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെല്ലാം തന്നെ വിശ്വാസികൾക്ക് അവരോട് പറയുന്ന ഗ്രീറ്റിങ്സാണ് കൂടുതലായിട്ടും ഇതിലുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ച് ഇത് തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കുമ്പോഴേ ഞാൻ വാക്യമായിട്ട് വായിക്കുന്നില്ല, 24 വാക്യമാണുള്ളത്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരമാണ് 4 വരെ കാണുന്നത്, 1 മുതൽ 4 വരെ കാണുന്നു. രണ്ടാമത് കാണുന്നത് പൗലോസിൻ്റെ കോരിന്ത് സന്ദർശനം 5 തൊട്ട് 9 വരെ. നമ്മളിത് ഡിവൈഡ് ചെയ്ത് ചിന്തിച്ചാൽ അങ്ങനെയാണ് കാണുന്നത്. മൂന്നാമത് കാണുന്നത് തിമോഥെയോസും അപ്പല്ലോസും 10 മുതൽ 12 വരെയുള്ള വാക്യം. തിമോഥെയോസും അപ്പല്ലോസും. പിന്നെ പ്രബോധനങ്ങളാണ് 13, 14 വാക്യങ്ങളിൽ പ്രബോധനങ്ങളാണ്. പിന്നെ 15 മുതൽ 18 വരെ ഉള്ള വാക്യങ്ങളിൽ സ്തേഫാനോസും മറ്റുള്ളവരും ആണ് കാണുന്നത്. പിന്നെ ഉപസംഹാരവും ആശീർവാദവും 19 മുതൽ 24 വരെ. ഇതിൽ ദരിദ്രരായ യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ആദ്യമുള്ളത്. പിന്നെ കർത്താവിന് വേണ്ടി ഈ വിശുദ്ധർക്ക് വേണ്ടി ഉള്ള ഒരു ചെറിയ പിരിവ് അവർ നടത്തിയിരുന്നു, അത് ഇവിടെ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത് പല അധ്യായങ്ങളും കാണുന്നതാണ്. ഈ ധർമ്മശേഖരം യെരുശലേമിലെ ദരിദ്ര വിശ്വാസികൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതിലേക്ക് എനിക്കും അത്രയും അതിനകത്തുള്ള വെളിച്ചം കിട്ടിയിരിക്കുന്നതനുസരിച്ച് നമ്മൾ പറയാം. ശരിക്കും ഉപദേശപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യഹൂദന്മാർ പലരും അവരുടെ കമ്മ്യൂണിറ്റി വിട്ടിട്ട് ക്രിസ്തീയ മാർഗം സ്വീകരിച്ചപ്പോഴേ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഈവൻ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അവരന്ന് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളും ഇതെല്ലാം കുറഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ അവരെ ദരിദ്രരായി തീർന്നു എന്നൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അന്ന് അവരുടെ വസ്തുവകളെല്ലാം വിറ്റ് യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു. അവർക്കൊന്നുമില്ലായിരുന്നു, എല്ലാം പൊതുമുതലെന്ന് എണ്ണി അവർ കൊണ്ടുവന്നു. കാരണം അതിൽ പഠിപ്പിക്കലിനകത്തും അങ്ങനെ ഉണ്ടല്ല, കർത്താവ് പെട്ടെന്ന് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തു എന്ന് കാണുന്നു. എന്തായാലും വാട്ട് ഓവർ മേ ബി, എന്തായാലും അവരുടെ ഒരു യെരുശലേമിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാരണം ഇങ്ങനെ പൊതുമുതലായിട്ട് അവരെണ്ണി അങ്ങനെ ചിന്തിച്ചതാണെന്നൊരു അഭിപ്രായമുണ്ട്. അല്ലാതെ യഹൂദ ലോകത്തിലെ അവർ കർത്താവിനെ അറിഞ്ഞ് വന്നവരുണ്ട്, അവർക്ക് അങ്ങനൊരു ഷെയറും വിഹിതവും ഒന്നും ലഭിക്കാതെ അവർ ഇരുന്നു എന്നുണ്ട്. ഭൂരിഭാഗം പേരും ദരിദ്രരായിരുന്നു. അതിൽ മാനസാന്തരപ്പെടാത്ത യഹൂദന്മാർ അവരെ ബഹിഷ്കരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. കർത്താവ് വരുമെന്നുള്ള വിശ്വാസവും തെസ്സലോനിക്ക സഭയ്ക്കും അതുപോലെ ഉണ്ടായിരുന്നില്ല, അവരൊന്നും ചെയ്യാതെ ഇരുന്നു എന്നൊക്കെയാണ്. എന്നിട്ട് അവരെയൊക്കെ ഈ ദരിദ്രന്മാരെ സഹായിക്കുക എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ പ്രത്യേക ശ്രദ്ധാ വിഷയമായിരുന്നു. സുവിശേഷ വേലയ്ക്കോ സുവിശേഷം അറിയിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കായി പണപ്പിരിവൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ആ കൂടി വന്നിരുന്ന സ്ഥലസഭകൾ അവർക്ക് വേണ്ടി അവരുടെ ഒരു ഷെയർ ഇവർക്ക് വേണ്ടി കരുതുകയും കൊടുക്കുകയും ചെയ്തു എന്നേ കാണുന്നു. പൗലോസ് ഈ പ്രദേശങ്ങളിലൊക്കെ പ്രേക്ഷിത പ്രവൃത്തി നടത്തിയപ്പോൾ ഈ വാമൊഴിയായി നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് ഇവർ ഇങ്ങനെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ കൂടി വരും. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വരുമ്പോൾ അത് ശബത്തല്ല, ക്രിസ്തീയ ശബത്തൊന്നുമല്ല, ആരാധനയ്ക്കായിട്ട് അവർ കൂടുമ്പോൾ കഴിവുള്ളത്, ദശാംശം എന്നുള്ളതല്ല, കഴിവുള്ളത് അവർ കൊടുക്കുമായിരുന്നു. അതൊരു സ്ഥിര പ്രമാണമൊന്നുമല്ല, ദൈവം പ്രാപ്തിക്കനുസരിച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു. ഓരോരുത്തർക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രാപ്തിക്കനുസരിച്ച് അവർ കൊടുക്കുമായിരുന്നു. അത് എല്ലാ വിശ്വാസികളും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അത് സഭ നിശ്ചയിക്കുന്നത് പോലെ, ഇത് ധർമ്മശേഖരത്തെ പോലെ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ സമയത്ത് ഈ ട്രാവൽ എക്സ്പെൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ സുവിശേഷന്മാരെ സന്ധിക്കുക, അവർക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ധനശേഖരത്തെ പറ്റി പൗലോസ് ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ള പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് ധർമ്മം എന്ന് പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് സൗജന്യമായി നൽകപ്പെട്ട കൃപ എന്നാണ് അർത്ഥം. അത്
നിർബന്ധമായി പിരിച്ചെടുക്കുന്നതല്ല, മനുഷ്യഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ നിന്ന് കൊടുക്കുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു വാക്ക് പൗലോസോട് ഉപയോഗിക്കുന്നുണ്ട്. കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് ഉദ്ദേശിക്കുന്ന പങ്കിടിയിൽ എന്ന് പറഞ്ഞ കൊയിനോനിയ എന്ന് പറഞ്ഞാൽ പങ്കിടിയിൽ എന്നാണ്. എന്ന് വെച്ചാൽ എനിക്കെന്ത് സൂക്ഷിക്കുവാൻ കഴിയുമെന്നല്ല, എനിക്കെന്ത് കൊടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്തയാണ് അവിടെ മുന്തി നിൽക്കുന്നത്. മൂന്നാമതൊരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്ന സഹായം എന്നുള്ള വേർഡാണ്. ഇത് പല സ്ഥലങ്ങളിൽ, ഇവിടെ അല്ല, പല സ്ഥലങ്ങളിലായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിൽ ഒക്കെ പല സ്ഥലങ്ങളിലുള്ള ഇതാണ് സഹായം. സഹായം എന്ന് പറയുന്നത് ക്രിസ്തീയ സേവനത്തിലെ ശുശ്രൂഷയിൽ ചെന്നെത്താൻ കഴിയാത്തിടത്ത് സഹായം എത്തിക്കുക എന്നുള്ളതാണ്. നാലാമത് അവിടെ കാണുന്ന വേറൊരു വാക്ക് അനുഗ്രഹം എന്നാണ്. സങ്കടത്തോടെ നിർബന്ധം മൂലവും കൊടുക്കാതെ സന്തോഷത്തോട് കൊടുക്കുന്നത് അനുഗ്രഹ സമൃദ്ധിയായി തീരും എന്ന് പറയുന്നു. അപ്പോൾ ഇത് ധർമ്മശേഖരത്തിനൊരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഒരു ആരാധനയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കുന്നു. അത് മാത്രം ദാനം യാഗമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ 4:18 അതിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ദാനം ക്രമീകൃതമായിരിക്കും എന്നുള്ളതാണ്. എല്ലാ ആഴ്ചവട്ടത്തിലും അവർ കൂടുമ്പോഴത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ദാനം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും അതിൽ പങ്കുണ്ടായിരുന്നു. ദാനം ഓരോരുത്തർ ചെയ്യുന്നതായിരുന്നു. ദാനം അതുപോലെ വരുമാനത്തിൻ്റെ അനുപാതമായി ചെയ്തു എന്ന് പറയുന്നു 16:2. നമ്മൾ ഈ വായിക്കുന്ന വന്നതിന് ശേഷം ഈ 1 കൊരിന്ത്യർ 16:2 കാര്യം, ഞാൻ വന്ന ശേഷം ശേഖരം ഉണ്ടായിരിക്കുന്ന ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങൾ ഒരു തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടി അയക്കും. അപ്പോൾ കൂട്ടായ്മയിലുള്ള ഒരു ധർമ്മം, ദാനം സിസ്റ്റമാറ്റിക് ആയിരുന്നു. ഓരോരുത്തരിൽ പങ്കെടുത്തിരുന്നു. വരുമാനത്തിൻ്റെ അനുതാപം അനുസരിച്ച് ചെയ്തിരുന്നു. വിശ്വസ്തയോട് അത് കൈകാര്യം ചെയ്തിരുന്നു. 3-4 വാക്യങ്ങളിൽ അത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുന്നു. വീണ്ടും അത് ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ധർമ്മശേഖരം പോലെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓരോരുത്തരും കുറേ ദൈവം അവർക്ക് കൊടുക്കുന്ന പോലെ അത് മാറ്റിവെച്ച് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊടുക്കണം. അത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വേല വർദ്ധിച്ചു വരുന്നതിന് ഏറ്റവും ആവശ്യമാണ്. ഓക്കെ, അവിടുന്ന് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. 5-9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ കോരിന്ത് സന്ദർശനത്തെക്കുറിച്ച്, എഫെസസിൽ നിന്ന് കോരിന്തിലേക്ക്, അവിടെ നിന്ന് യെരുശലേമിലേക്കും പോകാനുള്ള യാത്രാ പരിപാടി അവരെ അറിയിക്കുകയാണ്. യാത്ര അയക്കുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞ് സുവിശേഷ ദൈവദാസന്മാരുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കൂട്ടായ്മ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ആ സ്ഥലം സഭയുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഹിമകാലം കഴിയുക എന്ന് പറഞ്ഞാൽ ഹിമകാലത്തിലെ കപ്പലോട്ടമൊക്കെ പ്രയാസമാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് അനുവദിച്ചാൽ എന്ന് പറഞ്ഞാൽ പെസഹ കഴിഞ്ഞ് 7 ആഴ്ചവട്ടത്തിന് ശേഷം എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് ആ ആഴ്ച കോരിന്തിൽ താമസിക്കാൻ ഞാൻ ക്രമീകരണം ചെയ്യുന്നു. ഈ ലേഖനം എഫെസോസിൽ നിന്നാണ്. എഴുതി അയച്ചതിൻ്റെ സൂചന അവിടെയുണ്ട്. അതെല്ലാം 7-ാം വാക്യത്തിൽ കാണുന്നതായിട്ട് നമുക്ക് കാണാം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, 8-ാം വാക്യമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്ന എതിരാളികൾ പലതും ഉണ്ട്. ക്രിസ്തു പൗലോസിന് വാതിൽ തുറന്നിരിക്കുകയാണ്. എതിരാളികളുണ്ട്. അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത് ദൈവം അത് നോക്കിക്കൊള്ളും. 10-12 വരെയുള്ള വാക്യങ്ങളിൽ തിമോഥെയോസിനെ കുറിച്ചും അപ്പല്ലോസിനെ കുറിച്ചും പറയുന്നുണ്ട്. തിമോഥെയോസ് പൗലോസിൻ്റെ കൂടെ, പൗലോസിൻ്റെ ഒരു വിശ്വസ്ത സഹപ്രവർത്തകനായിരുന്നു. അവനെയും എരസ്തോസിനെയും പൗലോസ് മക്കെദോന്യയ്ക്ക് അയച്ചിരുന്നു എന്ന് പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. പ്രവൃത്തി 19:28-22. ആ വഴി കോരിന്തിൽ എത്തിച്ചേരുമെന്ന് പൗലോസ് പ്രതീക്ഷിക്കുന്നു. അവൻ അവിടെ എത്തിയാൽ ഭയം കൂടാതെ കഴിയുവാൻ സന്ദർഭം ഉണ്ടാവുമെന്ന് കോരിന്ത്യരോട് അഭ്യർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ പ്രായം കൂടാതെ മാനിക്കുവാൻ ബോധിപ്പിക്കുന്നു. സഭയുടെ കെട്ടുപണിയിൽ അവൻ ഏർപ്പെട്ടതായി പറയുന്നു. ആരും അവനെ അലക്ഷ്യമാക്കരുത് എന്ന് പറയുന്നു. ഞാൻ സഹോദരനുമായി അവനെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര അയപ്പീൻ എന്ന് പറയുന്നു. അവൻ ചെറുപ്പമായതുകൊണ്ട് അവൻ്റെ അനാരോഗ്യ നിമിത്തവും പൗലോസിനോടൊപ്പം ദൃഢമായ ധൈര്യം ഇല്ലാത്തവൻ ആയതുകൊണ്ടും അവനെ നിസ്സാരരായി കരുതരുതെന്ന് ഓർപ്പിക്കുന്നു. അപ്പോസ്തലൻ അവനെ പ്രതീക്ഷിച്ചിരിക്കുകൊണ്ട് ഇങ്ങോട്ട് സമാധാനത്തോടെ അയക്കുവാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, വീണ്ടും അടുത്തൊരാളുടെ കാര്യമുണ്ട്, അപ്പല്ലോസ്.
അപ്പല്ലോസിൻ്റെ കാര്യം, അപ്പല്ലോസിന് അവിടെ വരും, അപ്പല്ലോസിന് തമ്മിൽ യാതൊരു പിണക്കവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പല്ലോസ് അവിടെ വരും, എന്നാൽ അവനോട് അപേക്ഷിച്ച് എങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവിടെ വരും. എന്നാൽ അപ്പല്ലോസിന് താല്പര്യമില്ല അവിടെ വരാൻ, എന്നാൽ ചിലപ്പോൾ അവിടെ വന്നേക്കും എന്നുള്ള ഒരു സൂചന അവിടെ കൊടുക്കുന്നുണ്ട്. തിമോഥെയോസും അപ്പല്ലോസും പൗലോസിൻ്റെ സഹപ്രവർത്തകർ എന്നല്ലാതെ തൻ്റെ കീഴിൽ വേല ചെയ്യുന്നവരോ തനിക്ക് ഇഷ്ടാനുസരണം സ്ഥലം മാറ്റാൻ കഴിയുന്നവരോ എന്ന പൗലോസ് കരുതുന്നില്ല. ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന 2 ദൈവദാസന്മാർ തമ്മിൽ ചേർച്ചയില്ലാതെ വരാതിരിക്കാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കാരണം നമുക്കിത് ഒരു മാർഗദർശനമാണ്. ഒരു സ്ഥലത്തുള്ള 2 പേര് തമ്മിൽ അടിയും ചേർച്ചയില്ലായ്മയും ഉണ്ടായിരുന്നു. ഇവിടെ അപ്പല്ലോസിനെ കുറിച്ച് ക്രിസ്തുവിലുള്ളൊരു സഹോദരൻ എന്നുള്ള രീതിയിലാണ് അവനെയും ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് 13-14 വാക്യങ്ങളിൽ ചില പ്രബോധനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് 5 പ്രബോധനങ്ങൾ കാണുന്നു. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. എന്നുവെച്ചാൽ ഇത് കോരിന്ത്യരുടെ അശ്രദ്ധ, കോരിന്ത്യരുടെ ചാഞ്ചല്യം, കോരിന്ത്യരുടെ ബാലിശത്വം, കോരിന്ത്യരുടെ ധാർമ്മിക ശക്തി ക്ഷയം എന്നിവരെയുള്ള കൽപ്പനകളാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഈ 5 കൽപ്പനകൾ കൊടുത്തിട്ട് അവരെ ഉറപ്പിക്കാനായിട്ട് നോക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുക, ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. പിന്നെ 3 പുരുഷത്വം കാണിക്കുക. പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോൾഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ബോൾഡ്നെസ് വേണം. പുരുഷത്വം കാണിക്കുക. പിന്നെ ശക്തിപ്പെടുക. ശക്തിപ്പെടുന്നത് എന്താണ്? ആത്മാവിൽ ശക്തിപ്പെടുക. പിന്നെ അതുപോലെ ചെയ്യുന്നതൊക്കെ സ്നേഹത്തിൽ ചെയ്യുക. ധൈര്യത്തോടെ നിന്ന് ആത്മാവിൻ്റെ ശക്തിയാൽ സ്നേഹത്തിൽ ചെയ്തുകൊണ്ട് ആ ഒരു സ്നേഹശൈലി ചെയ്യണമെന്ന് പറയുകയാണ്. പിന്നെ അതുപോലെ 15-18 വരെ സ്തേഫാനോസും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. അഖായിലെ റോമൻ ഭരണകാലത്ത് ഗ്രീസിലെ മാക്സിഡോണിയ വടക്കും അഖായി തെക്കും 2ആയിട്ട് തിരിച്ചിരുന്നു. ആദ്യ ഫലം അഖായിൽ സ്തേഫാനോസിന് മുമ്പേ വിശ്വസിച്ചവരായിരുന്നു. അത് പ്രവൃത്തിയുടെ പുസ്തകം 17:33 എന്നാൽ അവൻ്റെ ഭവനക്കാരായിരിക്കണം കോരിന്തിലെ വേലയ്ക്ക് ആസ്ഥാനമായി തീർന്നു. അവൻ്റെ ഭവനക്കാരാണ്, അവരുടെ സ്തേഫാനോസിൻ്റെ ഭവനക്കാരാണ് കോരിന്ത് സഭയിലെ വേലയ്ക്ക് ആസ്ഥാനമായി തീർന്നത്. അവനെ പൗലോസ് സ്നാനപ്പെടുത്തുകയും ചെയ്തു. 1:14 പറയുന്നുണ്ട്. അവൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സ്വയം ഏൽപ്പിച്ചവനായിരുന്നു. ആ നിലയിൽ എപ്പനത്തോസും ആസിയിൽ ആദ്യഫലമായിരുന്നുവെന്ന് റോമർ 16:5 പറയുന്നു. സ്തേഫാനോസിനെ പോലുള്ള നേതാക്കളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും തനിക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണം എന്ന് ബോധിപ്പിക്കുകയാണ്. സ്തേഫാനോസ് നല്ലൊരു നേതാവ്, അവന് കീഴ്പ്പെട്ട് അനുഗമിക്കുന്ന ഒരു കൂട്ടം പിന്നിൽ നല്ല നേതൃത്വവും നല്ല പിൻഗാമികളും സഭയിലെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. അതുപോലെ വീണ്ടും അവിടെ പറയുന്ന 17-18 വാക്യങ്ങളിൽ വീണ്ടും 2 പേരുണ്ട്. അത് ഫെർത്തുനാസും അക്കായിക്കോസും. പുതിയ നിയമത്തിൽ മറ്റെങ്ങും അവരെ സൂചിപ്പിച്ചിട്ടില്ല. കോരിന്ത്യർക്കുള്ള കത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൗലോസിനെ മറുപടി കോരിന്തിൽ കൊണ്ടുപോയതും ഇവരായിരിക്കാം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. തങ്ങളുടെ കൂട്ടായ്മയിൽ ശുശ്രൂഷയിലും പൗലോസിനും കോരിന്ത സഭയ്ക്കും സന്തോഷവും ആശ്വാസവും നൽകിയവരാണ്. ഇങ്ങനെയുള്ളവരെ മാനിക്കണമെന്നും പ്രബോധിപ്പിക്കുന്നു. അത് ഈ 2 പേര് പറയുന്നുണ്ട് ഇവിടെ. പിന്നീട് ബാക്കിയുള്ളത് പിന്നെ ഉപസംഹാരമാണ്. ഉപസംഹാരത്തിൽ കുറേ ആളുടെ പേരുകൾ പറയുന്നതിനകത്ത് ഒന്ന് അക്വിലാവും പ്രിസ്കയുമാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ റോമിൽ നിന്ന് ക്ലൗദ്യോസിൻ്റെ സമയത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കിയതാണ്. പിന്നീട് അവർ റോമിലേക്ക് മടങ്ങിപ്പോയി ക്ലൗദ്യോസിൻ്റെ കാലശേഷം. ഈ ലേഖനം എഴുതുമ്പോൾ അവർ എഫെസോസിലായിരുന്നു. അവരുടെ ഭവനത്തിൽ സഭ കൂടി വന്നു എന്നും കാണുന്നു. അതിന് സകല സഹോദരന്മാരെയും വന്ദനം ചെയ്തുകൊണ്ട്
വിശുദ്ധ ചുംബനം കൊടുത്ത് പൗലോസിൻ്റെ കയ്യാല വന്ദനം നൽകി ഇത് എൻഡ് ചെയ്യാണ്. അതിനകത്തൊരു വാക്യം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അന്ന് നിലവിലിരുന്ന ഒരു ശാപവാക്യമായിരിക്കാം ഇത്. യേശുക്രിസ്തുവിനുള്ള സ്നേഹവും ഭക്തിയും ആണ് ശിഷ്യൻ്റെ അടയാളം. ആ ബന്ധത്തിലേക്ക് വരാത്തവരെല്ലാവരും ശാപഗ്രസ്തരാണ്. നമ്മുടെ കർത്താവ് വരുന്നു, മാറനാഥ, നമ്മുടെ കർത്താവ് വരുന്നു, വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലും ഓരോ വിശ്വാസി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശാപം മാത്രമല്ല അനുഗ്രഹവുമുണ്ട് എന്ന് പറഞ്ഞ് ആശീർവാദത്തോടെ ഉപസംഹരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വാക്കിനകത്ത് ഞാൻ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവനല്ല ഏവനും ശപിക്കപ്പെട്ടവൻ. ഈ ഒരു കാര്യം അന്ന് നിലവിലുള്ളൊരു ശാപവാക്യമാണ്. എവിടെ? കോരിന്തിലുള്ള. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ആരൊക്കെയോ അവൻ കർത്താവിനെ സ്നേഹിച്ചാൽ എന്തൊക്കെ ചെയ്യും? നമ്മുടെ ജീവിതം തന്നെ കർത്താവിന് കൊടുത്ത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളുകളിലെ നമ്മുടെ ജീവിതം കർത്താവിന് ഇഷ്ടമുള്ളത്, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്ന കർത്താവ് ഇത്രയും നമുക്ക് വേണ്ടി ഒരു ജീവൻ തന്നു, അവൻ്റെ ചോര നമുക്ക് വേണ്ടി ഒഴുക്കി നമ്മളെ വീണ്ടെടുത്തു, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന്, മരണത്തിൻ്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി അവനോടുകൂടെ ജീവിപ്പാനും വാഴുവാനും നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ വലിയ കൃപ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഈ ഒരു കൃപ തന്നിരിക്കുന്നതുകൊണ്ട് ഇത്രയും നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് കോസ്റ്റാണ് അതിന് കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുക എന്ന് വെറുതെ വാക്കിലിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം കൊടുക്കണം, നമ്മുടെ താലന്തുകൾ കൊടുക്കണം, നമ്മുടെ പണം കൊടുക്കണം, നമ്മുടെ എല്ലാം കർത്താവിന് സമർപ്പിക്കണം. അതാണ് കർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ കർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്ത എല്ലാവരും ശപിക്കപ്പെട്ടവനാണ്. കർത്താവ് വരുമ്പോഴേ കർത്താവ് അതാണ് വാല്യൂ ചെയ്യുന്നത്. നമ്മൾ ഈ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമ്മൾ ഈ പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും യേശുക്രിസ്തുവിലെ സ്നേഹം, ആ സ്നേഹം കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിന് പകരം പ്രത്യുപകാരമായിട്ട് എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവന് ആനന്ദം കൊടുക്കുകയും ചെയ്യുമെന്ന് ഒരു പ്ലഡ്ജ് എടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കർത്താവെ ഞങ്ങൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പഠിക്കുകയായിരുന്നു. കർത്താവെ, പല കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു. എന്നാൽ ഇതിലെല്ലാം തുടക്കത്തിൽ തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടി അതിൽ കൂടിയുള്ള ശക്തിയും അതിൽ കൂടിയുള്ള മഹത്വവും വെളിപ്പെടുത്തിയ പൗലോസ് അവസാനം ഈ കർത്താവിനോടൊപ്പം നമ്മളെപ്പോഴും ആയിരിക്കും, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള പ്രത്യാശയിൽ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ വേല ചെയ്യുവാനുള്ള ആഹ്വാനം തന്നെ കർത്താവെ ഇത് എൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. കർത്താവെ, ഇത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ കരുണയും കൃപയും ഞങ്ങളെ ചുറ്റിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാം ആയിത്തീർന്നു ഒന്നുമല്ല കർത്താവെ, ഞങ്ങൾക്കൊന്നും കഴിവില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. എന്നാൽ ഒരു കാര്യം, നിൻ്റെ കൃപയാൽ എല്ലാം ആകുന്നു എന്ന് പറയുവാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനായിരിക്കുന്നതെല്ലാം നിൻ്റെ കൃപയിലാകുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതമെല്ലാം ആ രീതിയിലാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുസരിക്കേണ്ടതൊക്കെ അനുസരിപ്പാനായിട്ട്, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിപ്പാനായിട്ട്, കർത്താവിൻ്റെ വിളി മനസ്സിലാക്കി അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുവാനായിട്ട് നീ ഞങ്ങളെയൊക്കെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ല, ഈ ലോകത്തിലുള്ള സങ്കടങ്ങളൊന്നും സാരമില്ല. നിത്യമായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ കാണുമ്പോഴേ ഇതൊന്നും ഒരു പ്രയാസമില്ല എന്ന് ചിന്തിപ്പാൻ യേശുവെ നീ ഞങ്ങളെ വിളിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അറ്റൻഡ് ചെയ്യുകയും ഇത് കർത്താവെ ഇത്രയും കാണുകയും ഒക്കെ ചെയ്തവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ 1 കൊരിന്ത്യൻസ് തീർന്നു. 2 കൊരിന്ത്യൻസ് ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ആരംഭിക്കും. നിങ്ങളിത് ശ്രദ്ധയോട് കേൾക്കണം. അത് ഒരു ലെവൽ കൂടുതലാണ് 2 കൊരിന്ത്യൻസ് എന്ന് പറഞ്ഞ് കുറച്ചും കൂടി വിശദീകരണം പ്രാപിച്ച്, അല്ലെങ്കിൽ പ്രൈമറിയിൽ നിന്ന് മാറി, പ്രൈമറി ക്ലാസ്സിൽ നിന്ന് മാറി ശരിക്കും 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം.
അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്നോട് കൂടെ ഇത് കാണണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ഉള്ള എപ്പിസോഡിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ എടുത്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ നിങ്ങളെ അതിനകത്ത് ജോയിൻ ചെയ്യിക്കുന്നതാണ്. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ പലതിനും ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് അറിയിച്ചാൽ സ്തോത്രത്തിന് ഉള്ള കാരണമാണ്. പല പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ ഫോൺ നമ്പറിൽ അയച്ചു തരുന്നുണ്ട്. അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പലതിനും ഉത്തരം കിട്ടിയെന്ന് ഓർക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഡേ ടൈമിലൊക്കെ ട്രാവൽ മീറ്റിങ്ങുകളും ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വൈകിട്ട് രാത്രി സമയങ്ങളിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.